എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇതുവരെ കാണാത്തത്ര വലിയൊരു പൊട്ടിത്തെറിക്കാണ് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം സാക്ഷ്യം വഹിച്ചത്. T20 ലോകകപ്പിലെ ഏറ്റവും അപകടകാരിയായ യുവതാരമെന്ന് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയ അഭിഷേക് ശർമ്മ ഇന്ന് ഇന്ത്യൻ ടീമിന് വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിനു ശേഷമുള്ള ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഇപ്പോഴുള്ള രോഷപ്രകടനം. ഒരു കാലത്ത് എതിർ ബൌളർമാരുടെ പേടി സ്വപ്നമായിരുന്ന അഭിഷേക് ഈ ടൂർണമെന്റിലുടനീളം തന്റെ ഫോം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ആരാധകർ പ്രതീക്ഷിച്ച ആ കൊടുങ്കാറ്റ് പോയിട്ട് ഒരു ചെറിയ തെന്നൽ പോലും ആ ബാറ്റിൽ നിന്നും ഇതുവരെ പിറന്നിട്ടില്ല. USA-ക്കെതിരായ മത്സരത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പ് തന്നെ പവലിയനിലേക്ക് മടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ആ വൻ പതനം. അതിവേഗ സ്കോറിംഗ് പ്രതീക്ഷിച്ച മത്സരത്തിലെ ആ പരാജയം താരത്തിന്റെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചു. തുടർന്ന് നമീബിയയ്ക്കെതിരെ വയറ്റിലെ അണുബാധയെ തുടർന്ന് വിശ്രമം അനുവദിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. വലിയ ടൂർണമെന്റുകളിൽ താളം നിലനിർത്തേണ്ടത് അത്യാവശ്യമായിരിക്കെ ഈ അപ്രതീക്ഷിത ഇടവേള താരത്തെ മാനസികമായി കൂടുതൽ തളർത്തി. വലിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങിയെങ്കിലും വീണ്ടും 0-ന് പുറത്തായി ആരാധകരെ അവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ മത്സരത്തിലെ പരാജയം അഭിഷേകിന്റെ ഷോട്ട് സെലക്ഷനിലെ പിഴവുകൾ തുറന്നുകാട്ടി. പിന്നീട് നെതർലാൻഡ്സിനെതിരെ വെറും 3-ാമത്തെ പന്തിൽ ക്ലീൻ ബൗൾഡായി മടങ്ങിയത് ആ ദുരന്ത നാടകത്തിന്റെ മറ്റൊരധ്യായം മാത്രമായിരുന്നു. ഇത്രയൊക്കെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ടീം മാനേജ്മെന്റ് അവനിൽ വിശ്വാസമർപ്പിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വീണ്ടും സുവർണ അവസരം നൽകി. എന്നാൽ വെറും 12 പന്തിൽ നിന്ന് 15 റൺസ് മാത്രമെടുത്ത് തികച്ചും നിരുത്തരവാദപരമായ ഒരു ഷോട്ട് കളിച്ചവൻ വിക്കറ്റ് വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ അഗ്നിപർവ്വതം ശരിക്കും പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഡഗ്ഔട്ടിലിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മുഖത്തെ ആ ഭാവം ക്യാമറകൾ ഒപ്പിയെടുത്തപ്പോൾ ക്രിക്കറ്റ് ലോകം ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. ഹെൽമറ്റ് വലിച്ചൂരി കടുത്ത ദേഷ്യത്തോടെ അഭിഷേകിനെ നോക്കി പൊട്ടിത്തെറിച്ച സൂര്യ ഇത്തരം അശ്രദ്ധകൾ ഇനി ഒരിക്കലും വെച്ചുപൊറുപ്പിക്കില്ലെന്ന ശക്തമായ താക്കീതാണ് നൽകിയത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് സിംബാബ്വേക്കെതിരായ ജീവൻ മരണ പോരാട്ടത്തിൽ അഭിഷേക് ശർമ്മയെ നിഷ്കരണം പുറത്തിരുത്തിക്കൊണ്ട് മലയാളി താരം സഞ്ജു സാംസനെ കളത്തിലിറക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചതെന്ന മൂടിവെക്കപ്പെട്ട വലിയ സത്യം പുറത്തുവരുന്നത്. മീഡിയയോട് സംസാരിക്കവേ സൂര്യകുമാർ യാദവ് യാതൊരു മറയുമില്ലാതെ ആ കാര്യങ്ങൾ തുറന്നടിച്ചു. ഈ തീരുമാനം ആർക്കും എതിരല്ലെന്നും എന്നാൽ വലിയ ടൂർണമെന്റുകളിൽ വ്യക്തികളെക്കാൾ ഉപരി ടീമിന്റെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിംബാബ്വേക്കെതിരായ മത്സരം ഇന്ത്യക്ക് വെറുമൊരു മത്സരമല്ല, നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അവിടെ പരീക്ഷണങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. മുൻപും നിരവധി സമ്മർദ്ദഘട്ടങ്ങളിൽ അവിശ്വസനീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള അതിവേഗം റൺ സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള സഞ്ജു സാംസൺ എന്ന പരിചയസമ്പന്നനായ പോരാളിയെയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ടീമിനാവശ്യം. സിംബാബ്വേയെ 107 റൺസിന് തകർത്തുവിട്ട കരുത്തരായ വെസ്റ്റ് ഇൻഡീസിനെതിരായ അടുത്ത വലിയ മത്സരത്തിനു മുൻപ് സഞ്ജുവിന് അവസരം നൽകി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് ഇന്ത്യൻ ടീമിന്റെ ഭാവിക്ക് തന്നെ അത്യന്താപേക്ഷിതമാണ്. അഭിഷേക് ശർമ്മയെ പൂർണ്ണമായും എഴുതിത്തള്ളുന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അവനൊരു വലിയ ബ്രേക്ക് അനിവാര്യമാണ്. ഒരൊറ്റ മികച്ച തുടക്കം, അതാണ് സഞ്ജുവിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. സഞ്ജു സാംസൺ എന്ന മാന്ത്രികന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്ന ആ സ്ഫോടനാത്മകമായ തുടക്കം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കൂറ്റൻ സ്കോറുകൾ സമ്മാനിക്കുകയും അത് നമ്മുടെ ബൌളർമാർക്ക് പ്രതിരോധിക്കാൻ വലിയൊരു ഉരുക്കുകോട്ടയായി മാറുകയും ചെയ്യും. ടീമിന്റെ താൽപര്യങ്ങൾ മുൻനിർത്തി ഈ വലിയ മാറ്റം അനിവാര്യമായിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും സഞ്ജുവിലാണ്. എന്തായാലും ഈ പൊട്ടിത്തെറികൾക്കും അഴിച്ചുപണികൾക്കും ഒടുവിൽ ഇന്ത്യൻ ടീം കൂടുതൽ കരുത്തോടെ വിജയവഴിയിൽ തിരിച്ചെത്തുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.